നബാത്തി ഖുത്ബയുടെ ഷോർട്ട് ഒന്ന് എളുപ്പമാക്കിയിട്ടുണ്ട്, കുറച്ച് ചേർത്ത് കൂട്ടിയിട്ടുണ്ട്. ഷോർട്ടാണ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയാ പിന്നെ ഷോർട്ടായാല് ഇവിടെ എളുപ്പവഴിയുണ്ട്, പക്ഷെ ദൂരം കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഷോർട്ടാണ്, പക്ഷെ ലേശം ചേർത്തിട്ടുണ്ട്. ചേർത്തത് എന്താ? ഈ പറയപ്പെട്ടതൊക്കെ. അപ്പൊ ഏതായിരുന്നാലും ഇതാണ് സത്യാവസ്ഥ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതുകൊണ്ട് ഇതൊക്കെ അള്ളാന്റെ ദീനിൽ പിൽക്കാലത്ത് ഉണ്ടായി വന്ന പുത്തനാചാരങ്ങളാണ് എന്നിവിടെ സ്ഥിരപ്പെടുന്നു. ഞാൻ അമീർ പറയും. ശരി, അമീർ പറയട്ടെ. ഇപ്പം പറഞ്ഞത് പറഞ്ഞല്ലോ മറ്റേത് പറയ തന്നെ ചെയ്യും, മറ്റേ പറയാതെ പോവില്ല. അല്ല, അത് പറഞ്ഞിട്ട് മതി. നിങ്ങൾ മവാഹിബിന്റെ പേരിൽ പൊള്ളറിഞ്ഞതാ. മവാഹിബിന്റെ പേരിൽ പൊള്ളറിഞ്ഞു. നിങ്ങൾ ആദ്യം വന്ന് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തരാന്ന്, ലാപ്ടോപ്പാണ് തന്നു. അപ്പൊ പിന്നെ ആ ലാപ്ടോപ്പിലില്ല, എന്നാ പിന്നെ വരുമ്പോ കൊണ്ടുവരണേ. അതുകൊണ്ട് മവാഹിബിന് എവിടെയാണ് ഇത് ഖിയാസാണ് എന്നും ഇന്നതാണ് മഖീസ് എന്നും ഇന്നതാണ് മഖീസ് അലൈഹി എന്നും ഇന്നതാണ് ഇല്ലത്ത് എന്നും ഇന്നതാണ് ഹുക്മ എന്നും മവാഹിബിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കും. ഞാന് ഇവിടെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാൻ വന്ന ആളല്ല. പിന്നെ ലാപ്പ് വെച്ചത് കാണാൻ പുതിയ പറയാം. അൽ മവാഹിബുൽ ലദുനിയ ഉള്ള ലാപ്പാണ് ചോദിച്ചത്, അല്ലാതെ ഒന്നും ഇല്ലാത്ത ലാപ്പല്ല ചോദിച്ചത്. ശരി ആയിക്കോട്ടെ. അതില്ലാത്തൊരു ലാപ്ടോപ്പ് ഇവിടെ കൊടുത്തേച്ചാല് ഞാൻ എന്നിട്ട് അതിന് മവാഹിബുൽ ലദുനിയ വായിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല. എന്താ നടക്കല്? മവാഹിബുൽ അപ്പൊ ഏതായിരുന്നാലും മവാഹിബ് ഇനി നിങ്ങൾ അള്ളാന്റെ പേരിൽ പൊള്ളറിഞ്ഞ്, റസൂലിന്റെ പേരിലും പൊള്ളറിഞ്ഞ്, അവസാനം കസ്തല്ലാന്റെ പേരിലും പൊള്ളറിഞ്ഞു. എല്ലാം പിടിക്കപ്പെട്ടു. ബുഖാരി ഉള്ളത് നിങ്ങൾ ചെയ്തു, നിങ്ങളെ കൂട്ടി. ബുഖാരി ഉണ്ട് നിങ്ങളെ കൂട്ടി. ഞാൻ പറഞ്ഞു റസൂലിന്റെ വാക്കല്ല ബുഖാരി അവിടെ ഉള്ളത്. അബൂലഹബ് പറഞ്ഞു എവിടെ? സ്വപ്നത്തിന്. അതിനും എന്തില്ല, നബിയെ ജനിച്ചപ്പോ സന്തോഷിച്ചുകൊണ്ട് മോചിപ്പിച്ചു എന്ന് ബുഖാരി. അബൂലഹബും കൂടി പറഞ്ഞിട്ടില്ല. അബൂലഹബിന്റെ പേരിലും പൊള്ളറിഞ്ഞു. അബൂലഹബ് പറഞ്ഞിട്ടില്ല നബി ജനിച്ചപ്പോ സന്തോഷിച്ചുകൊണ്ട് ഞാൻ അടിമയെ മോചിപ്പിച്ചു, അതുകൊണ്ട് ഇളവുണ്ട് എന്ന് അബൂലഹബ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതും ബുഖാരി ഉണ്ട് താണത്, അതും പൊള്ള്. ആയത്ത് വ്യാഖ്യാനിച്ചു, അതും പൊള്ള്. അവസാനം മവാഹിബുൽ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവിടെ ഖിയാസിന്റെ വർത്താനമേ ഇല്ല. മവാഹിബുൽ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഖിയാസുമായി ബന്ധപ്പെട്ടൊരു വാക്ക് പോലും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പൊള്ളു പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തിനാ മുസ്ലിയാരെ ഈ കോലത്തിൽ പൊള്ളറിയണത്? ന്യായമായി അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുന്ന ഒരു വേദി എന്നുള്ളേക്ക് അവിടെ ന്യായമായി സത്യമായി വല്ലതും പറയാൻ പറ്റുക അത് പറയാം, ഇല്ലെങ്കിൽ അപ്പുറത്ത് കേൾക്കാന്നല്ലാതെ ഓരോ സംസാരത്തിലും ഓരോ കളവ് ആവർത്തിക്കാണ്. അതുകൊണ്ട് മവാഹിബിന് ഉണ്ടോങ്ങൾ പറയണം, അല്ലാതെ ഞാൻ ലാപ്പ് നോക്കാൻ വന്നതല്ല, ഞാൻ മറ്റു നോക്കാൻ വന്നതല്ലാണ്ട് അതല്ല പറയേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോ കൊണ്ടുവരണം. നിങ്ങൾ ചോദിക്കാൻ ഒരുങ്ങി വന്നാണോ കുറെ കുത്തിക്കുറിച്ച് കൊടുന്നല്ലോ എങ്കില് അതിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ചോദ്യം വിചാരിച്ചു വന്നാണല്ലോ, ആ കുത്തിക്കുറിച്ച് കൊടുന്നപ്പോ കൊണ്ടുവരേണ്ടിയിരുന്നു. നിങ്ങൾ ഇവിടെ വാദിച്ചു അല്ലാഹു റസൂൽ ജനിച്ച ദിവസം എഴുത്ത് ഖദറിനേക്കാൾ പുണ്യമാണ്. അത് വാദിക്കുമ്പോഴെങ്കിലും സ്വാഭാവിക തെളിവ് പറയേണ്ടതുണ്ട്. അൽ ബയ്യത്തു അൽ മുദ്ദഇ എന്ന തത്വപ്രകാരമെങ്കിലും അതുമായി വരേണ്ടിയിരുന്നു. അതുകൊണ്ട് ഇനി വെറുതെ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുന്ന അർത്ഥമില്ല. ആത്മാർത്ഥമായി ഇന്ന് രാത്രി ഒന്ന് തൗബ ചെയ്താൽ റഹ്മാനായ റബ്ബ് ഹിദായത്ത് തന്നുകൂടായില്ല. അതിനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. പക്ഷെ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കണം എന്ന് മാത്രം. അതല്ല ഇനിയും പൊള്ളു പറഞ്ഞേ അടങ്ങുള്ളൂ. അള്ളാന്റെ പേരിലും പറയും, റസൂലിന്റെ പേരിലും പറയും, അബൂലഹബിന്റെ പേരിലും പറയും. നിങ്ങൾക്ക് എന്താണെണെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ കളവും പറഞ്ഞ് നടന്നോളി. ഏതായാലും കിതാബിന്റെ പേര് ദുർവ്യാഖ്യാനം നിർത്തുക, അള്ളാഹു റസൂലിന്റെ പേരിൽ ദുർവ്യാഖ്യാനം നിർത്തുക. അതേപോലെ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരി ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞു, ആ വക പറിച്ചു നിർത്തുക. ഉള്ളത് പറഞ്ഞോളി, ഇല്ലാത്തതും നിങ്ങളെ വക കൂട്ടിയിട്ടും കുറച്ചിട്ടും വെട്ടിയിട്ടും മുറിച്ചിട്ടും എഡിറ്റ് ചെയ്തിട്ടും അതേപോലെ നിങ്ങളെ വക ഖിയാസാക്കിയിട്ടും അത് ഇസ്ലാമിൽ തെളിവാകൂല. ഇസ്ലാമിൽ തെളിവാകണോ ശരിയായ പ്രമാണം വേണം. ആ പ്രമാണമില്ലാത്ത കാലത്തോളം അത് സ്വീകരിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരല്ല. മവാഹിബുൽ ലദുനിയ വായിക്കാൻ വേണ്ടിയിട്ട് മവാഹിബുൽ ലദുനിയ ഇല്ലാത്ത ഒരു ലാപ്ടോപ്പ് കൊടുത്തയച്ചിട്ട് അതിൽ നിന്ന് മവാഹിബുൽ ലദുനിയ. അമീർ മുസ്ലിയാരെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സ്ഥാപനം തൊട്ടടുത്താണല്ലോ, 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് എടുത്തിട്ട് വരാം. വേണമെങ്കിൽ ഞങ്ങളെ ഒരു വളണ്ടിയറെ കൂടെ പറഞ്ഞയക്കും ചെയ്യാം. നിങ്ങൾ എടുത്തിട്ട് വരും, എന്നിട്ട് നിങ്ങൾ അതിന് വായിക്കും. ഞങ്ങൾ തന്ന ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ അസ്വസ്ഥനാണ്ട. ഇതാ നമ്മളൊരു വളണ്ടിയർ മൂപ്പരൊന്ന് കൊണ്ടേ, ഇതാ വേറെ ആരും പോണ്ട. നമ്മളെ സഹോദരങ്ങളുണ്ടല്ലോ ഇവിടെ, ഈ ഇടതുഭാഗത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ,
ഇത് ഒച്ചട്ടിട്ടും കൂകി വിളിച്ചിട്ടൊന്നും ജയിക്കേണ്ട ഒരു സംഗതിയല്ല. അമീർ മുസ്ലിയാർ എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയുന്നു. നമുക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടല്ലോ. ഇപ്പൊ സഹോദരൻ അമീർ മുസ്ലിയാർ അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ കൂട്ടത്തില് മറ്റൊരു സഹോദരൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രസക്തമായ ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. എന്റെ പേര് സാദിഖ്, കോഴിക്കോട്. ഈ നബിദിനം ആയി കഴിഞ്ഞാൽ പൊതുവെ റോഡ് സൈഡിൽ ഫ്ലെക്സ് കാണാറുണ്ട്. വഹാബികളുടെ അല്ല മുജാഹിദിന്റെ പൂർവിക പണ്ഡിതന്മാരെല്ലാം കേരളത്തിൽ മൗലൂദ് കഴിച്ചിട്ടുണ്ട്. അതിന് വല്ല തെളിവുണ്ടോ അല്ലെങ്കിൽ നുണപ്രചരണമാണോ എന്ന് വ്യക്തമാക്കണം. അപ്പൊ ഏതായിരുന്നാലും വഹാബികളെ പൂർവികന്മാരും കഴിച്ചു എന്ന് ബോർഡ് വെക്കാറുണ്ട്. വഹാബികളെ പൂർവികന്മാർ ഒന്ന് അള്ളാന്റെ റസൂല്, കഴിഞ്ഞാൽ സ്വഹാബിമാര്, താബിഴുകൾ, തബഴു താബിഴികൾ, അവരെ താബിഴീങ്ങൾ, അങ്ങനെ തലമുറകളായി വരുന്ന 1400 കൊല്ലത്തെ പൂർവികരായ മുസ്ലിമീങ്ങൾ. അതാണ് മുജാഹിദുകൾ തങ്ങളെ പൂർവികരായി കാണുന്നത്. അതില് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ തലമുറ അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടം അന്നില്ല. 2 സ്വഹാബിമാർ അവർക്കും പരിചയമില്ല, താബിഴുകൾ അവർക്കും പരിചയമില്ല, തബഴു താബിഴികൾ അവർക്കും പരിചയമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹിജറ 400 കൊല്ലം, ഹിജറ 400 കൊല്ലം. ആ 400 കൊല്ലത്തിനിടയ്ക്ക് ജീവിച്ച 10,000-കണക്കായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ലക്ഷത്തോളം വരുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞതായോ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശങ്ങളോ ഒന്നും കാണുക സാധ്യമല്ല. യാതൊന്നും കാണില്ല. അതുകൊണ്ട് വഹാബികളെ പൂർവികന്മാർ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന സലഫുസ് സ്വാലിഹുകൾ, സച്ചരിതരായ മുൻഗാമികൾ, അവർ ഇത് ആചരിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ഇനി ശേഷം അത് ഏറ്റെടുത്തു വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവർക്കും അത് പരിചയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കും അത് പരിചയമില്ല. മുദഫർ രാജാവാണ് തുടങ്ങി വെച്ചത്. അലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണു വൻധർമ്മിട്ടന. മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. അതാണ് തുടക്കം. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇർബൽ എന്ന നാട്ടിലെ ഭരണാധികാരിയായിരുന്ന മുദഫർ രാജാവ്. ആ മുദഫർ രാജാവാണ് ഈ ആഘോഷം, ഈ ആചാരം തുടങ്ങി വെച്ചത്. അദ്ദേഹം ഒരു വലിയ സദ്യ ഉണ്ടാക്കി, എല്ലാവരും ക്ഷണിച്ചു വരുത്തി, എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി, അവർക്കെല്ലാം സമ്മാനം കൊടുത്ത് അങ്ങനെ തുടങ്ങി വെച്ച ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷം എന്നുള്ളത്. അത് സമസ്തക്കാർ അംഗീകരിക്കുന്ന താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം തന്നെ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജരുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. അതാണ് തുടക്കം. അതിനുശേഷമാണ് പണ്ഡിത ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെ വന്നത്. അത് പറ്റുമോ പറ്റില്ലേ, ഇത് ബിദഅത്താണോ, നല്ല ബിദഅത്താണോ, ചീത്ത ബിദഅത്താണോ എന്നൊക്കെയുള്ള ചർച്ചകൾ അതിനുശേഷമേ മുസ്ലിം ലോകത്ത് കാണൂ. അത്തരം ചർച്ചകൾ ഇനി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വന്ന നേതാക്കന്മാരാണ് ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ അവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണ്. ആ പോസ്റ്ററുകളിൽ സാധാരണ കൊടുക്കാറുള്ളതാണെന്ത്, EK മൗലവി, KM മൗലവി തുടങ്ങിയവര് അന്ന് ജന്മദിനം ആഘോഷിച്ചു, അൽ മുർഷിദിലുണ്ട്, അൽ ഇർഷാദിലുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. ഇതാണ് അൽ ഇർഷാദും അൽ മുർഷിദും. ആ പറയപ്പെടുന്ന അൽ ഇർഷാദാണിത്. ഈ അൽ ഇർഷാദിൽ ലേഖനമുണ്ട്. റബീഉൽ അവ്വൽ മാസം വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് ലേഖനമുണ്ട്. ഏതുപോലെ? റബീഉൽ അവ്വൽ 1-ന് നമ്മൾ ഇവിടെ മുഖാമുഖം വെച്ചതുപോലെ ഇവിടെ മുഖാമുഖം വെച്ചല്ലോ. ഇതെന്തിനാ? ഇത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇനിയിപ്പോ വേണമെങ്കിൽ ഈ ഇതിന് നോട്ടീസ് ഒരാൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു 10-50 കൊല്ലം കഴിഞ്ഞ് ഒരാളെന്ത് ചെയ്യാണ് ഈ നോട്ടീസും കൊണ്ട് അന്ന് സ്റ്റേജിൽ വെക്കുക. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഈ നോട്ടീസും കൊണ്ട് ആൾ സ്റ്റേജിൽ വെക്കുക. എന്നിട്ട് പറയാ, ഇതാ 50 കൊല്ലം മുമ്പ് വഹാബികള് ജന്മദിന റബീഉൽ അവ്വൽ മാസം വന്നാൽ അവര് പ്രത്യേകമായ പരിപാടികൾ, മുഖാമുഖ പരിപാടികൾ എല്ലാം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ പാടില്ലാതായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
ആ പണിയാണ് ഈ ആളുകൾ ഈ പോസ്റ്റർ സ്ഥാപിച്ച് നിർവഹിക്കുന്നത്. ഇതാണ് ലേഖനം താരീഖുൽ മൗലിദി വഹുക്മുഹു. താരീഖുൽ മൗലിദി വഹുക്മുഹു, മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും. മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനം EK കുഞ്ഞഹമ്മദ് കുട്ടി മൗലവി. അപ്പൊ താരീഖുൽ മൗലിദി വഹുക്മുഹു, മൗലിദിന്റെ ചരിത്രവും അതിന്റെ ഹുക്മും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. ഇതാണ് ഫ്ലക്സിൽ ഉണ്ടാവുന്ന വാചകം. ഫ്ലക്സിലെ വാചകം ഇതാണ്. എന്നിട്ട് പറയാം മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കില്ല. ഇത് കൊടുക്കും ഫ്ലക്സിൽ, ബാക്കി ഉണ്ടാവില്ല. ബാക്കി എന്താ? എന്നാൽ അടുത്ത വാക്കതാ, എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോട് നമുക്കുള്ള അതിരിട്ട സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജനന നാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്തെ റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബിയുടെ ചുരുങ്ങിയ ചരിത്രത്തെയെങ്കിലും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിലാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നൊരു പറയാ. എന്നാൽ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ അത് കഴിവുള്ളവരുടെ മേൽ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു ദീനിയായ അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആക്ഷേപാർഹരാണെന്നും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമലിന്റെ താരീഖും അഥവാ ഇത് എന്ന് മുതൽ ഉണ്ടായതാണെന്നും ഇതിനെക്കുറിച്ച് ശറഈന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹുക്മ് പൊതുജനങ്ങൾ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെക്കുറിച്ച് അല്പം വിവരിക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്, എല്ലാവരും വിചാരിക്കുന്നത് സുന്നത്താണ് അല്ലെങ്കിൽ വാജിബാണ്. അതുകൊണ്ട് എന്താ അതിന്റെ വിധി? താരീഖുൽ മൗലിദ് എന്നിട്ട് പറയാ. ഈ ആചാരം ഹിജ്റ 6-ാം നൂറ്റാണ്ട് അവസാനത്തിലോ 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിലെ ഒരു പ്രധാന പട്ടണമായ ഇർബദിലെ രാജാവായ മുദഫറുദ്ദീൻ അബൂ സഈദ് ഇബ്നു ഹസൻ അവർകളാൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു. അതാണ് ചരിത്രം. എന്നൊരു ഹുക്മ് ഇതൊക്കെ ചരിത്രം വിശദീകരിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ മൗലിദൊക്കെ പറഞ്ഞിട്ട് ശേഷം പറഞ്ഞു ഹുക്മുൽ മൗലിദി, മൗലിദിന്റെ വിധി. ഇനി ഇപ്രകാരമുള്ള മൗലിദിന്റെ കാര്യത്തിൽ ഉലമാഉ ശർഅ് പറഞ്ഞിട്ടുള്ള ഹുക്മ് എന്താണെന്ന് ചിന്തിക്കാം. എന്താ വിധി എന്ന് ചിന്തിക്കാം. ഉലമാക്കളിൽ ചിലർ ഇത് മദ്മൂമത്തായ ആക്ഷേപാർഹമായ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് ദീനിൽ മശ്റൂഅ് നിയമമാക്കപ്പെട്ടത് അല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്ന് മാത്രമല്ല ഒരു ദീനിയായ ഇബാദത്തായി എണ്ണപ്പെടുന്നു. പൊതുജനങ്ങൾ ഇത് മശ്റൂ ആണെന്ന് വിചാരിച്ചു വരുന്നു. വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് നല്ലതായ ബിദ്അത്താണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അമൽ ഖാതമുൽ അംബിയാവായ റസൂലുള്ളാഹി തങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് ആ നബി പൂജാതനായ ദിവസത്തിൽ സന്തോഷത്തെ ലാഹിറാക്കുന്നത് കൊണ്ടും സദഖ മുതലായവ കൊണ്ടും അല്ലാഹു തആലയോടുള്ള ശുക്രാണെന്ന് അവർ പറയുന്നു. അപ്പൊ ചിലര് ഇത് ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്താന്ന് പറഞ്ഞു, ചിലർ നല്ല ബിദ്അത്താ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം സ്ഥാപിക്കുകയാണ് നബിക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം പറയാ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അഹ്മദുൽ മൗലിദ് ഉത്ഭവിച്ചതിന് പുറകെ ഉലമാഉ ശർഅ് രണ്ടഭിപ്രായക്കാരായിട്ടാണ് ഇരിക്കുന്നത് എന്നും പ്രമാണിക്കത്തക്ക പല ഉലമാക്കളും അത് ഹസനത്തായ ബിദ്അത്താണെന്ന് ഫത്വ ചെയ്തിരിക്കുന്നുവെന്നും വെളിപ്പെട്ടുവല്ലോ. പക്ഷേ ഏതൊരു ഷർറും അതിൽ കലർന്നു പോകാതെയും അത് കാരണമായി യാതൊരു ദോഷവും ഉണ്ടായിത്തീരുവാൻ ഇടവരാതെയും നടത്തപ്പെടുന്ന മൗലിദിനെ പറ്റി മാത്രമാണ് അവർ ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ആ ലേഖനം. ഇനി അൽ മുർശിദും അങ്ങനെ തന്നെ. അൽ മുർശിദ് 1936 റബീഉൽ അവ്വൽ മാസത്തിൽ ഇറങ്ങിയ അൽ മുർശിദ് മാസിക, അതില് മൗലിദുമായി ബന്ധപ്പെട്ട ലേഖനമുണ്ട്. മൗലിദ് റബീഉൽ അവ്വൽ എന്ന പേരിൽ. അതിലും പറയാ നബി ജനിച്ചത് പറഞ്ഞു, എന്നിട്ട് ഇന്ന് നാട്ടിൽ നടപ്പുള്ളത് പറഞ്ഞു, ആഘോഷിക്കുന്നത് പറഞ്ഞു. ശേഷം പറയാം എന്നാൽ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം.
റബീഉൽ മാസം വന്നാൽ വീട് തോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചരിത്രങ്ങൾ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മളിൽ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലിപ്പിരിഞ്ഞതുകൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണെന്ന് മുല്ലക്ക് തന്നെ മനസ്സിലാക്കിയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അതുതന്നെ. എന്താ മുല്ല ചൊല്ലണത്? മുല്ലക്കറിയില്ല, ചൊല്ലിക്കുന്നവനും അറിയില്ല. റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നബിയെ പിൻപറ്റുകയും നബിയുടെ ജീവചരിത്രം പഠിച്ച് അതുപ്രകാരം ജീവിക്കലുമാണ് ശരിയായ നബിയെ പിൻപറ്റലും നബിയോട് സ്നേഹം വെളിപ്പെടുത്തലും എന്നാണ് ശേഷം സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ എടുത്ത് ഫ്ലക്സ് ആക്കിയിട്ടാണ് മുസ്ലിയാക്കന്മാർ എന്ത് പറയുന്നത്? ഇവരും പണ്ട് ആഘോഷിച്ചത് എന്ന് പറയുന്നത് അത് ശുദ്ധമായ തെറ്റിദ്ധരിപ്പിക്കലാകുന്നു എന്ന് ബോധ്യമായിട്ടുണ്ടാകുന്നു. മാത്രവുമല്ല, അവരൊക്കെ നല്ല ഹസനത്തിൽ പറഞ്ഞവരെ പറ്റി പറഞ്ഞത് എന്താ? അത് ശറഇല് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരെ പറ്റിയാണ്. അതിക്ക് വല്ലതും കൂടിയാൽ അതും പോയി. ഇപ്പത്തെ മൗലിദോ ശിർക്കുണ്ട്, അന്ധവിശ്വാസമുണ്ട്, കള്ളക്കഥയുണ്ട്, കെട്ടുകഥയുണ്ട്, നബിയെ വിളിച്ച് തേടുന്ന വരികളുണ്ട്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ. നബിയെ വിളിച്ചു, നബിയെ അങ്ങയുടെ സാധുവായ മിസ്കീനായ അടിമയാണ് ഞാൻ, അങ്ങയുടെ ഔദാര്യം കാക്ഷിക്കുന്ന നബിയെ എന്ന് പറയുന്നു. പാപം ചെയ്തു പോയതിന് അങ്ങയോട് അവരാധി പറയുന്നുവെന്ന് മങ്കൂസ് മൗലിദിൽ സലാം ബൈത്തിൽ അസ്സലാമു അലൈക യാ മാഹിൽ ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പാപങ്ങൾ മായ്ക്കുന്ന നബിയെ അങ്ങേക്കു സലാം. ഇങ്ങനെയൊക്കെ പ്രവാചകരെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന, നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നബിയെ അമിതമായി പുകഴ്ത്തുന്ന, അതേപോലെ ഒരുപാട് കള്ളക്കഥകൾ, കെട്ടുകഥകൾ, നബിപ്രകാശം പോലുള്ള കഥകൾ അടിസ്ഥാനമില്ലാത്തവ അതും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതും നേരത്തെ അമീർ മുസ്ലിയാർ ഇവിടെ ഓഫർ ചെയ്ത മവാഹിബുൽ ലദുന്നിയ എന്ന കിതാബിലാണ് നബിപ്രകാശത്തിന്റെ കഥയും വന്നത്. അതിനപ്പുറത്ത് അതിനും പിൻബലമില്ല. സഹോദരങ്ങളെ, നിയമപാലകർ നമുക്ക് അനുവദിച്ച സമയം 10 മണിയാണ്. സഹോദരൻ അമീർ മുസ്ലിയാർ കസ്തല്ലാനിയുടെ ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. നമ്മുടെ വളണ്ടിയറിനെ കൂടെ വിട്ടിരുന്നു. അത് അദ്ദേഹം അനുഗമിക്കുന്നത് എന്തോ ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റൂല എന്ന രൂപത്തിൽ അദ്ദേഹത്തെ തിരിച്ചയച്ചിട്ടുണ്ട്. ഏതായാലും സഹോദരങ്ങൾ, ഇതൊരു വാശിന്റെ പ്രശ്നമില്ല, കാര്യങ്ങൾ തെളിയിക്കലാണ്. വരണോ? വരട്ടെ. ഞങ്ങൾക്ക് നിയമപാലകന്മാർ അനുവദിച്ച സമയം ഇവിടെ തീരാൻ പോവുകയാണ്. അമീർ മുസ്ലിയാർ എത്തിയാൽ അത് ഞങ്ങളുടെ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് മൂപ്പർക്ക് എത്തുകയാണെങ്കിൽ അത് വായിക്കാനുള്ള അവസരം കൊടുക്കും. ഞങ്ങളുടെ സമയം അവസാനിച്ചതിന് ശേഷമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതേപോലെ മുഖാമുഖം ഉണ്ട്. അവിടത്തേക്ക് അമീർ മുസ്ലിയാർക്കോ അമീർ മുസ്ലിയാർ പറയുന്ന ആളുകൾക്കോ വരാം. കസ്തല്ലാനിയുടെ ഗ്രന്ഥം കൊണ്ടുവരാം. ഒന്നാമത്തെ ചോദ്യം അത് ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കാനുള്ള അവസരവും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. അമീർ മുസ്ലിയാർ റെഡിയാണല്ലേ? മുഹമ്മദ് അവിടുന്ന് വായിച്ചാൽ മതി. നിങ്ങളെ ഗ്രന്ഥം കൊണ്ടുവന്നല്ലേ, അവിടുന്ന് വായിച്ചോളൂ. എന്താ ഇത്ര എവിടുന്ന് വായിച്ചാലും ഗ്രന്ഥത്തിലുള്ള വായിക്കാലോ. എന്താണ് അമീർ മുസ്ലിയാർ നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ട് അത് ഉപയോഗപ്പെടുത്താത്തത് എന്താ? വായിക്കാനാണ് വായിച്ചോളൂ, നിങ്ങൾ സമയമെടുത്ത് വായിച്ചോളൂ. അവിടെ നിന്ന് വായിക്കോളൂ. എന്താപ്പ അങ്ങനെ പറഞ്ഞാൽ എന്താ വാശി പിടിക്കണേ? അമീർ മുസ്ലിയാർ ദീനിന്റെ കാര്യല്ലേ, വാശിന്റെ കാര്യമാണോ? ആയിക്കോട്ടെ. അവിടുന്ന് വായിച്ചാലും ഇവിടുന്ന് വായിച്ചാലും ഉള്ളതാണെങ്കിൽ തെളിയും. ഈ ബോക്സ് കൂടി തന്നെയാണ് സൗണ്ട് വരിക. ഒരു മിനിറ്റ്.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇവിടുന്ന് വായിക്കാൻ തയ്യാറാണ്, പക്ഷെ അതിനിടയിൽ മൈക്ക് വലിക്കരുത്. ഇല്ല അദ്ദേഹം പറയുന്നത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുക്കണം. ആയിക്കോട്ടെ അല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. മുഹമ്മദ് അമീർ മുസ്ലിയാർ ഒന്ന് കേൾക്കാം. കസ്തല്ലാനിയുടെ ആ ഉദ്ധരണി വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അമീർ മുസ്ലിയാർ പറയണം. മക്കീസുലിലെ ഈ ഇല്ലത്ത് അത് വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണോ? 8 മിനിറ്റ് വേണം. 8 മിനിറ്റ് അനുവദിച്ചു തന്നിരിക്കുന്നു. നമ്മള് വിഷയം 10:02 10:10 അമീർ മുസ്ലിയാർ ആ മക്കീസുലിലെയും ഇല്ലത്തും വായിക്കണം, ഹുക്കുമും. നമ്മൾ ചർച്ച ചെയ്ത് എത്തിയിട്ടുള്ളത് വായിക്ക ചർച്ച ഇല്ല, വായിച്ചാ മതി. വായിച്ചാ മതി. فإن قلت إذا قلنا بأنه عليه السلام ولد ليلة فأيما أفضل ليلة القدر أم ليلة مولده عليه السلام? അർത്ഥം വെക്കുന്നുണ്ട്, കാരണം സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയാണല്ലോ ജനിച്ചത്. ഫഅയ്യുമാ അഫ്ളലു, അതിൽ ഏതാണ് അഫ്ളല്? ലൈലത്തുൽ ഖദരി ഔ ലൈലത്തു മൗലിദിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതനായ ആ രാത്രിയാണോ അതല്ല ലൈലത്തുൽ ഖദറാണോ അഫ്ളല്? ഉജീബ ബിഅന്ന ലൈലത മൗലിദിഹി അലൈഹിസ്സലാം അഫ്ളലു മിൻ ലൈലത്തുൽ ഖദരി, അത് ലൈലത്തുൽ ഖദറിനേക്കാൾ ഏറ്റവും പവിത്രതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ്. മിൻ സലാസതി വുജൂഹിൻ, 3 കാരണങ്ങളാണുള്ളത്. അഹദുഹ, ഒന്നാമത്തത് അന്ന ലൈലത്തൽ, ഇത് ഖുർആനോ സുന്നത്തോ ഇജ്മാഅോ അല്ല പറയുന്നത്, ഖീലയല്ല പറയുന്നത്, ഇത് പറയുന്നത് ഖിയാസാണ്. അഹദുഹുമ, ഒന്നാമത്തേത് അന്ന ലൈലത്തൽ മൗലിദി ലൈലത്തുൽ ഹുരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം തന്നെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നു. വലൈലത്തുൽ ഖദ്രി മുഅ്താദുല്ല, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് റസൂലുള്ളാഹിക്ക് നൽകിയ രാത്രിയാണ്. ആ റസൂലുള്ള ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ മൗലിദ്. റസൂലുള്ളാഹിക്ക് താബിയായി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. വമാ ശറഫു ബിളുഹൂരി ദാത്തിൽ മുശ്രിഫി മിൻ അജ്ലിഹി അശറഫു മിമ്മാ ശറഫ ബിനസബി മാ ഉഅതിയ. എന്തൊരു പദപ്രയോഗം മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുല്ലാ നടത്തുന്നത്. വമാ ശറഫു ബിളുഹൂരി ദാത്തിൽ മുശ്രിഫി മിൻ അജ്ലിഹി, യഥാർത്ഥ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന രാത്രിക്ക് റസൂലുള്ളാഹിക്ക് നൽകപ്പെടുന്ന മറ്റൊരു രാത്രിയേക്കാൾ എന്തായാലും പ്രതിഫലം ഉണ്ടാകുമല്ലോ. അതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഖീലയല്ല പറയുന്നത്, ഖീലയല്ല, വലാ നിസാഅ ഫീ ദാലിക, തർക്കമില്ല. ഫകാനത് ലൈലത്തുൽ മൗലിദി, അതിന്റെ നതീജയാണ് പറയുന്നത്, ഇപ്പോൾ വിശദീകരിച്ചതിന്റെ നതീജ. ഫകാനത് ലൈലത്തുൽ മൗലിദി അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പവിത്രതയുള്ള രാത്രിയായി മാറിയല്ലോ. ഒന്നാമത്തെ കാരണം ഇവിടെ അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക്. വസാനി, അസാനി വാവില്ലട്ടോ, അസാനി രണ്ടാമത്തേത് അന്ന ലൈലത്തുൽ ഖദ്രി ശുരിഫത് ബിനുസൂലിൽ മലായികത്തി ഫീഹാ, ലൈലത്തുൽ ഖദ്റിനുള്ള പവിത്രത എന്തേ? മലായികത്ത് ഇറങ്ങിയതാണ്. വലൈലത്തുൽ മൗലിദി ശുരിഫത് ബിളുഹൂരിഹി, ഐനുർ റഹ്മത്തായ റസൂലുള്ളാഹി ഇറങ്ങിയതാണ്. ലൈലത്തുൽ ഖദ്റിനുള്ള പവിത്രത തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അതിൽ മലായികത്ത് ഇറങ്ങും, അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. അതാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത. എന്നാൽ ലൈലത്തുൽ മൗലിദിന്റെ പ്രത്യേകത എന്തേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാളും പവിത്രതയുള്ള ഐനുർ റഹ്മത്തായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നതിന് ഒരു ഇത്ര പവിത്രതയുണ്ടെങ്കിൽ റസൂലുള്ള ജനിക്കുന്നതിന് എത്ര പവിത്രതയുണ്ട്? ബിൽ അൽ ഖിയാസു മഅൽ ഔലവിയ എന്ന് ജംഇൽ പറയും ഇമാം സുബ്കി തങ്ങളുടെ കിതാബിൽ. വമൻ ശുരിഫത് ബിഹി ലൈലത്തുൽ മൗലിദി അഫ്ളലു മിമ്മൻ ശുരിഫത് ബിഹിം ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന് കിട്ടിയ പവിത്രത ഇവരെ കൊണ്ട് നേടിയതാണെങ്കിൽ ഒറ്റ റസൂലുള്ള മതി അവരെക്കാൾ സ്നാനം ലഭിക്കാൻ. അലൽ അസഹിൽ മുർത്തദ, ഖീലയല്ല, അലൽ അസഹിൽ മുർത്തദ, ഏറ്റവും തൃപ്തിപ്പെടുന്ന അസഹ് പ്രകാരം ഏറ്റവും ശരി അതാണ്. ഫതകൂനു
ലൈലത്തുൽ മൗലിദി അഫ്ളലു, അതിന്റെ നതീജ രണ്ടാമത്തെ കാരണത്തിന്റെ നതീജ അപ്പോൾ ലൈലത്തുൽ മൗലിദ് അഫ്ളലാവും. അസ്സാലിസു, 2 കാരണം കഴിഞ്ഞു. മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കുകയാണ്. സമയമായിട്ടില്ലല്ലോ, ഇല്ല. അസ്സാലിസു, മൂന്നാമത്തത് അന്ന ലൈലത്തുൽ ഖദ്രി വഖഅ ഫിഹാ തഫദ്ദുലു അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وليلة المولد الشريف وقع التفضل فيها على سائر الموجودات. വല്ലാത്ത പദപ്രയോഗമാണ്. ലൈലത്തുൽ ഖദ്റിൽ നമുക്ക് കിട്ടിയത് ഈ ഉമ്മത്ത് മുഹമ്മദിയക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. പക്ഷേ ഐനുർ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടിയ റഹ്മത്ത് അലാ സായിരിൽ മൗജൂദാത്ത്, ഈ അണ്ടകടാഹങ്ങൾക്കും ഈ കടകുമണിക്കു വരെ കിട്ടിയ റഹ്മത്താണ്. ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന് മാത്രം കിട്ടിയതാണ്. എന്നാൽ അറിയണോ, ലൈലത്തുൽ മൗലിദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നല്ല, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകത്തുള്ള മുഴുവനും ലഭിച്ച അനുഗ്രഹമാണ്. വഖഅത്തഫദ്ദുലു ബിഹാ അലാ സായിരിൽ മൗജൂദാത്ത് ഫഹുവല്ലദീ ബഅസഹു അല്ലാഹു അസ്സ വജൽ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു റഹ്മത്തായി ഇറക്കിയതാണ്. ഫഅമ്മത് ബിഹിൻ നിഅമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിഅമത്ത് ലഭിച്ചിട്ടുണ്ട്. അലാ ജമീഇൽ ഖലായിഖി, ലോകമൊന്നടങ്കം വീണ്ടും ആവർത്തിക്കുന്നു. ഫകാനത് ലൈലത്തുൽ മൗലിദി അഅമ്മ നഫ്ആ, അതുകൊണ്ട് തന്നെ ലൈലത്തുൽ മൗലിദിന് നന്നായിട്ടുള്ള ഉപകാരമുണ്ട്. ഫകാനത് അഫ്ളല, വീണ്ടും നതീജ അത് തന്നെ അഫ്ളൽ. 3 കാരണങ്ങൾ എണ്ണി. എന്നതിന് ശേഷം ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ പറയുന്നു, ഫയാ ശഹ്റാ, ഖീലയല്ല ഫയാ ശഹ്റാ മാ അശ്റഫ, എന്തോ ഒരു പവിത്രതയുള്ള മാസം. ദിവസം മാത്രമല്ല, മാസം മുഴുവൻ നിങ്ങൾ ആഘോഷിക്കണേ. ഫയാ ശഹ്റാ മാ അശ്റഫ വഔഫറ ഹുർമതി ലയാലിയ, അതിന്റെ ഒരു രാത്രി മാത്രമല്ല, അതിന്റെ എല്ലാ രാത്രികൾക്കും എന്തോ ഒരു പ്രതിഫലമാണുള്ളത്. കഅന്നഹാ ലയാലി ഫിൽ ഉഖൂദ്, അത് മാലകളിലെ മണിമുത്തുകൾ പോലെയാണ്. ആ ദിവസങ്ങൾ മാലകളിലെ മണിമുത്തുകൾ പോലെയാണ് എന്ന് ഇമാം ഖസ്തലാനി റഹിമഹുല്ലാ ഖീലയല്ല പറയുന്നത്. വയാ വജ്ഹ, എന്തോ ഒരു വയാ വജ്ഹൻ മാ അശ്റഫു മിൻ മൗലൂദ്, അന്ന് ജനിച്ച പ്രവാചകൻ എത്ര പരിശുദ്ധം. ഫസുബ്ഹാന മൻ ജഅല മൗലിദുഹു ലിൽ ഖുലൂബി റബീഅ വഹുസ്നുഹു ബദീഅ. അതിനുശേഷം ഒരുപാട് കവിതകൾ ഉദ്ധരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് 3 കാരണങ്ങൾ. സമയം കഴിഞ്ഞോ? 3 കാരണങ്ങളാണ് മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുല്ലാ ഈ രാത്രിക്ക് പവിത്രതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പമീറിന് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തന്ന 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വല്ലാത്ത പദപ്രയോഗം. പക്ഷേ ഖിയാസ് എന്ന പദമില്ല. തെളിഞ്ഞല്ലോ? ഞാൻ എപ്പോഴും വായിക്കാഞ്ഞല്ലോ. ഞാൻ തീർത്ത് പറഞ്ഞു. എന്ത്? ആ കിതാബില് ഖിയാസ് എന്ന പദമേ ഇല്ലാന്ന് കിതാബ് കാണാതെ പറഞ്ഞു. എന്നിട്ട് അമീറിന്റെ വകന്ത് ഖിയാസും ബിൽ ഔലവിയ്യാന്ന് പറയും. ജമ്മല്ല ചോദിച്ചത്, ഇവിടെ ചോദിച്ചത്. അവ ഇങ്ങനെ വായിക്കുക, പക്ഷെ കിട്ടണ്ടേ. ഇതാണ് അമീർ. ഇല്ല, അത് നേരത്തെ പറഞ്ഞത്. അങ്ങനത്തെ വാക്കേ അതിലില്ല. ഖിയാസ് എന്ന പദമേ ഇല്ല, മഖീസ് എന്ന പദമേ ഇല്ല, മഖീസ് അലൈഹി എന്ന പദമേ ഇല്ല, ഹുക്മി എന്ന പദമേ ഇല്ല, ഇല്ലത്ത് എന്ന പദമേ ഇല്ല. ഖിയാസിലെ 4 റുക്നും അവിടെ പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങൾ പറഞ്ഞതാ 8 മിനിറ്റ് വേണമെന്ന്. ആ 8 മിനിറ്റും തന്നു. എന്നിട്ട് അതുവരെ വായിച്ചിട്ട് ഖിയാസ് എന്നൊരു വാക്ക് ഇല്ല, വായിച്ചിട്ടില്ലല്ലോ. ഇതാ നിങ്ങൾ എന്ത് കൊടുത്താലും അതൊക്കെ ഞങ്ങൾക്ക് അറിയാം മുസ്ലിയാരെ. വലിയ ആലിമീങ്ങായതുകൊണ്ടല്ല, വലിയ ഇൽമുണ്ടായതുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ എന്താ കൊണ്ടാണ് ഇൽമു ഞങ്ങൾ എത്തുണ്ട്. അതുകൊണ്ട് ഞാൻ തീർത്തു പറയില്ല, ഇവിടെ ബോധ്യമായിരിക്കുന്നു. ഈ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായി. അമീർ മുസ്ലിയാർ ഇങ്ങനെ നല്ലത്, ഇങ്ങനെ ഏറ്റവും നല്ലതാ കൂക്കിയാണ് ജയിക്കുക. അത് അബൂലഹബിന്റെ പാർട്ടിന്റെ സ്വഭാവ. അവസാനം തുഫ്ലിഹൂന്നല്ലോ, നിങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും എന്താണ് ഒച്ചപ്പാടുണ്ടാക്കിക്കോളുകയാണ്. അപ്പൊ ഏതായിരുന്നാലും അമീർ മുസ്ലിയാർ കിതാബിന്റെ പേര് പറഞ്ഞപ്പോഴേ
ഞാൻ ഇവിടുന്ന് പറഞ്ഞു, ആ കിതാബിൽ ആ വിഷയം പറഞ്ഞെടുത്ത് ഖിയാസ് എന്ന പദമേ ഇല്ല. ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇപ്പൊ നിങ്ങൾ വായിച്ചതിലോ ഇനി താഴെ വായിക്കാനുള്ളതിലോ മുകളിൽ വായിക്കാനുള്ളതിലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് ഖിയാസ് എന്ന പദമേ ഇല്ല. മഖീസ് എന്ന റുക്കിനെ പറഞ്ഞില്ല, മഖീസ് അലൈഹി എന്ന റുക്കിനെ പറഞ്ഞില്ല, അതേപോലെ ഇല്ലത്ത് എന്ന റുക്കിനെ പറഞ്ഞില്ല, ഹുക്മ എന്ന റുക്കിനെ പറഞ്ഞില്ല. അതാണല്ലോ ഖിയാസ്, അതാണല്ലോ ഖിയാസ്. നസ്സുൻ സ്വരീഹി വന്നതിലേക്ക് നസ്സുൻ സ്വരീഹി വരാത്തതിന് ഇല്ലത്തിൽ തുല്യമായതുകൊണ്ട് ഹുക്മ ജാമിയാക്കി മാറ്റുക, അതാണല്ലോ ഖിയാസ്. ആ ഖിയാസ് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വായിച്ചപ്പോ അമീർ മുസ്ലിയാക്കും തന്നെ കൊണ്ടുവരാൻ പോയ ആവേശം കൊണ്ടെന്ന് വായിച്ചപ്പോ വല്ല കാര്യത്തിൽ പോയി ആദ്യം പറഞ്ഞു ലാപ്ടോപ്പ് കിട്ടിയാൽ മതി, ലാപ്ടോപ്പ് കിട്ടിയപ്പോ ഇതില്ല എന്നാണ്. ശരി, പോയി കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നാണ്ട് പോയ ആവേശം കണ്ടില്ല. വയനാട്ടിലേക്ക് പോയ പോലെ, വയനാട്ടിൽ പോയി എങ്ങോട്ട് പോയി, വയനാട്ടിൽ കയറി വന്നപ്പോഴോ വയനാട്ടിൽ നിന്ന് വരികയാണ് എന്ന് വന്നപ്പോൾ എപ്പ വായന. അതുകൊണ്ട് മുസ്ലിയാരെ 8 അല്ല 80 മിനിറ്റ് വായിച്ചാലും ശരി, 8 മണിക്കൂർ വായിച്ചാലും ശരി, ഇതാ നിങ്ങൾ 5ാമത്തെ കളവ് മവാഹിബിന്റെ പേരിൽ. ഒന്ന് അള്ളാഹുവിന്റെ കിതാബിന്റെ പേരിൽ കളവ് പറഞ്ഞു, അള്ളാഹു റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞു, സ്വഹീഹ് ബുഖാരി ഇല്ലാത്ത നിങ്ങൾ കൂട്ടിച്ചേർത്തു, അബൂലഹബിന്റെ പേരിൽ കളവ് പറഞ്ഞു, അവസാന മവാഹിബുൽ ലദുന്നിയയുടെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞു. അതുകൊണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ കളവുമായി നിങ്ങൾക്ക് പോകാം. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല, മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്തിനാ അയാളോട് പറയത് വായിച്ചു കൊടുക്കാൻ 8 മിനിറ്റ് കൊടുത്തിട്ട് ഖിയാസുള്ള വാക്ക് അയാൾ കയ്യൂല. ഇടങ്ങാറാക്കണ്ട, ആ സാധനം ഇടങ്ങാറാക്കണ്ട. അയാളെ കൊണ്ട് വായിക്കാൻ കഴിയൂല. ഉള്ളതല്ലേ വായിക്ക. നിങ്ങൾ പോയിട്ട് പള്ളിക്ക് ഉസ്താദ് ചോദിക്കും, പള്ളി ഉസ്താദ് ചോദിക്കും, ഉസ്താദേ ഈ കിതാബിൽ ഖിയാസ് എന്നുള്ള വാക്കുണ്ടോ, മഖീസ് എന്ന വാക്കുണ്ടോ ചോദിക്ക്. ഒരു പദപ്രയോഗം പോലുമില്ല. അതുകൊണ്ട് ഈ നിലക്കാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ വഞ്ചരാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതെമ്പാടും മതി. ചുരുക്കത്തിൽ നബിദിനാഘോഷം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല, അവന്റെ റസൂലിന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല. 4 നൂറ്റാണ്ട് കാലം രചിക്കപ്പെട്ട ലക്ഷത്തോളം ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. മുദഫർ രാജാവ് എന്ന രാജാവാണ് ഇതുമായി കടന്നു വന്നത്. ഇസ്ലാമിനുമായി യാതൊരു ബന്ധവുമില്ല. ഈ വക പുത്തനാചാരം, ഈ ബിദ്അത്ത്, ഈ വലാലത്ത്, ഈ വഴികേട് ഇത് അനിസ്ലാമികം തന്നെ എന്ന് പകൽ വെളിച്ചം പോലെ ഇവിടെ ബോധ്യമായിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സത്യം മനസ്സിലാക്കി അത് പിൻപറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ചോദ്യം ചോദിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും കടന്നു വന്ന എല്ലാ സുഹൃത്തുക്കളോടും നമ്മുടെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, കൃത്യമായി കാര്യങ്ങൾ പഠിക്കുവാൻ ഇത് ദീനിന്റെ ഒരു വിഷയമാണ്. നാളെ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഏതൊരാൾക്കും ഒരിക്കലും തന്നെ ഒഴിച്ചുകൂടാനാവാത്ത മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു പരിപാടി ഹക്കായി മനസ്സിലാക്കുവാനുള്ള ഒരു പരിപാടിയാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. ഇവിടെ സംസാരിച്ച എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങൾ അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിച്ചു തന്നിരിക്കുകയാണ്. കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട് മടങ്ങുക. ഈ സ്ഥലം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്ന ആളുകൾ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട നാട്ടുകാർ, നിയമപാലകന്മാർ, ഒരുപാട് ആളുകളുണ്ട്. അവരെ എല്ലാം നമ്മൾ സ്മരിക്കേണ്ട സന്ദർഭമാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.